ഫേവറേറ്റ് ക്രിക്കറ്റർ ഒന്നുമില്ലേ? ഉണ്ട് സാർ, എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ പെദ്ദിയാ സാർ. പെദ്ദി ബോംബെ ഇറക്കിയതാ. ഒടുക്കത്തെ പ്ലെയറാ. ഇതൊക്കെ ഗ്രൗണ്ടിൽ കണ്ടാ മതി. പേര് വാസു. എന്റെ ഫേവറേറ്റ് റെസ്ലർ പെദ്ദി സാർ. എന്റെ പേര് അരുൺ കുമാർ. എന്റെ ഫേവറേറ്റ് റണ്ണർ പെദ്ദി സാർ. എടോ, കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം. ഇതിങ്ങനെ പൊക്കി പിടിച്ച് 4 വശത്തേക്കൊക്കെ നോക്കി നിലന്തല്ലി മാതിരി ഇങ്ങനെ ഇടിച്ച് ദൂരേക്ക് നോക്കി കൈവീശി കാണിച്ച് അതിന്റെ ഒരു ലൈൻ അതാ. പെദ്ദി അത് ഈ നാട്ടിലേതെങ്കിലും ദൈവത്തിന്റെ പേരാ? പറയില്ല. പറ, ഒന്ന് വേഗം പറയണം. സാറി ഇരിക്കുന്ന കല്ലിന്റെ പേര് വരെ പറ്റിയെന്നാ സാറേ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. പെദ്ദി 6 അടിച്ചപ്പോഴേ പന്തി ഈ കല്ലിൽ വന്ന് കൊണ്ടോണ്ടിട്ട പേരാ. അടിച്ച ഇവിടെ വന്ന് വീഴുന്നത് സ്വാഭാവികല്ലേ സാറേ, അവൻ അടിച്ചതേ ഈ ഗ്രൗണ്ടിൽ കളിക്കുമ്പോ അല്ല സാറേ. എന്നെ എന്തിനെ പൊക്കി പറയണേ? ആ ഗ്രൗണ്ട്, അതിന്റെ അടുത്ത ഗ്രൗണ്ട്, അതിന്റെ അപ്പുറത്തെ ഗ്രൗണ്ട്, 3 ഗ്രൗണ്ടിന്റെ അപ്പുറത്തുനിന്ന് അവൻ അടിച്ച സാറേ. നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടുകാർക്ക് മാത്രമില്ല. ഞങ്ങളുടെ നാടിന്റെ പേര് ഒരു സർക്കാർ രേഖയിൽ ഇല്ല സാറേ. എന്റെ പൊന്നു നായിട്ട് അവരൊക്കെ അറിയിക്കണം. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഏതോ തന്തയ്ക്ക് പെറുക്കാത്തവൻ ഇരുട്ടിട്ട് വന്ന് എന്നെ ഉമ്മ വെച്ചിട്ട് പോയടാ. ചേട്ടാ, അത്രക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഉമ്മ വെച്ചത് ആരും കണ്ടില്ലല്ലോ മോളെ. തൽക്കാലം ആരോടും പറയണ്ട. അച്ഛന്റെ രാഷ്ട്രീയ ഭാവിക്ക് അതാ നല്ലത്. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അവന്റെ ശ്വാസം എന്റെ മുഖത്തടിച്ചതാ. അതെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യണ്ടെന്ന് പറ. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. നീ മാത്രം തൊട്ടാ അത് പകുതിയാവൂ. ഈ അച്ഛയമ്മ കൂടി തൊട്ടാലേ അത് പൂർണ്ണമാവൂ. അല്ല, ചേട്ടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ.